ഹൈ, എന്താ അവസ്ഥ? ചാക്യാര് പണ്ടേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഈ കമ്പ്യൂട്ടർ ഒന്നും വേണ്ടാന്നേ. ആളെ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞു തരാം. ഇനിയിപ്പോ റോബോട്ടും കൂടി വന്നാലോ? റോബോട്ട് വരുന്നതിന് മുമ്പ് സർക്കാസ്റ്റിക്കായി ചെയ്ത ഒരു സ്കിറ്റാണിത്. പക്ഷേ ആസ്ട്രോ മിംസിൽ പുതുതായി റോബോട്ട് വന്നപ്പോഴോ കഥയങ്ങ് മാറി. എന്താ പ്രിസിഷൻ! എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലേക്കും നമുക്കിന്ന് എത്താൻ പറ്റുന്നുണ്ട്. തൊണ്ടയിലും മറ്റും ആഴത്തിൽ പോയി സർജറി ചെയ്യാൻ ഇന്ന് സാധ്യമാണ്. കഴുത്തിൽ യാതൊരു മുറിവും കൂടാതെ തൈറോയിഡ് സർജറി ചെയ്യാൻ റോബോട്ട് കൊണ്ട് സാധിക്കും. ഇതൊക്കെ പറ്റുന്നത് സയൻസിൻ്റെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എന്തായി? ചാക്യാർ അന്ന് പറഞ്ഞതൊക്കെ തെറ്റിയില്ലേ? സയൻസിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല നാളത്തെ ശരി. അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഈ സയൻറ്റിഫിക് അഡ്വാൻസസ് എല്ലാം തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോഴാണ് മനുഷ്യരാശിക്ക് എപ്പോഴും പ്രയോജനമുണ്ടാകുന്നത്. റോബോട്ടിക് സർജറിയും അതുപോലെ തന്നെയാണ്. പുതിയ ടെക്നോളജി പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ സർജന്മാരെ സഹായിക്കും. ഇനി ഈ ആളെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമൻ്റ് ഇടുക.